ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ബൈക്സ് അപ്പ്. കുറേ നാൾക്ക് ശേഷമാണ് ഒരു ലോങ് വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലോട്ട് വരുന്നത്. കാരണം വേറൊന്നുമല്ല, ടൈം ഉണ്ടായിരുന്നില്ല ഇത് ചെയ്തിടാനായിട്ട്. ആ ഒരു പ്രശ്നം കൊണ്ട് തന്നെയാണ് വീഡിയോസൊക്കെ ഡിലേ ആയിട്ടിരുന്നത്. യൂട്യൂബിലാണ് കേട്ടോ. ഇൻസ്റ്റയിൽ ഞാൻ ആക്റ്റീവായിട്ട് മിക്കപ്പോഴും ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട്, ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാറുണ്ട്. യൂട്യൂബിൽ മാത്രമാണ് ഇങ്ങനെ പതുങ്ങിയിരുന്നത് വെച്ചാൽ. വേറൊന്നുമല്ല, യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ട് വളരെ മോശമാണ്. അപ്പോൾ ആ ഒരു ഇതുകൊണ്ട് മാത്രമാണ് യൂട്യൂബിൽ നിന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് മാറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോസ് ഷോർട്സായിട്ട് ഇടാറുണ്ട്. ഈ ലോങ് വീഡിയോസൊക്കെ ഞാൻ ഒന്ന് കുറച്ചായിരുന്നു. ഇത് എനിക്ക് തോന്നുന്നത് കുറേ മാസങ്ങൾ, എനിക്കൊന്ന് ഇയറായിട്ടുണ്ടാവണം മേ ബി ഒരു ലോങ് വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ അത്രയും ഗ്യാപ്പിന് ശേഷമാണ് ഒരു ലോങ് വീഡിയോ ആയിട്ട് ഞാൻ ക്യാമറയുടെ മുമ്പിൽ ഇതുപോലെ വന്നിരിക്കണത്. ഒന്നാമത്തെ കേസ് എനിക്ക് മടിയാണ് ഈ ഫേസ് ടു ഫേസ് ഇരുന്ന് സംസാരിക്കണ കേസ്. അപ്പോൾ ആ ഒരു മടിയുണ്ട്. പിന്നെ അതും കൂടാണ്ട് നമുക്കതിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ടും വളരെ മോശമാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ കുറച്ച് പിൻവലിഞ്ഞ് നിന്നത്. ഇനി മാക്സിമം ട്രൈ ചെയ്യാൻ നോക്കാം നല്ല നല്ല വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും വേണം. നിങ്ങൾ പറയുന്ന പോലെ സപ്പോർട്ട് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, ലൈക്ക്, കമൻറ്റ്, പിന്നെ എന്തെങ്കിലും ചേഞ്ചസ് വരുത്താനാണെങ്കിൽ ആ ഒരു രീതിയിലും എനിക്ക് പറഞ്ഞു തരികയാണെങ്കിൽ ഞാൻ അതനുസരിച്ച് മാക്സിമം ട്രൈ ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ എന്തിനെക്കുറിച്ചാണെന്ന് അറിയാലോ. ഹൈനസ്, അതുപോലെ തന്നെ CB RS, പിന്നെ ഹോണ്ടയുടെ മോഡൽസ് രണ്ടും. ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ ഒന്നുമല്ല, ജസ്റ്റ് എനിക്ക് ആ വീഡിയോസ് ക്രിയേറ്റ് ചെയ്ത് എടുക്കാനും അതിനൊരു പരിമിതി ഉണ്ട്. അപ്പോൾ ആ ഒരു പരിമിതി വെച്ചിട്ടുള്ള വീഡിയോസാണ് ഞാനിത് ക്രിയേറ്റ് ചെയ്തേക്കണം. കാരണം ഇതിൽ മെയിനായിട്ട് ഞാൻ യൂസ് ചെയ്തേക്കണത് ടാങ്കും അതുപോലെ തന്നെ അത്യാവശ്യം ബൾജായിട്ട് ഇങ്ങനെ പാർട്സൊക്കെ കംപ്ലീറ്റ് ഉണ്ടാക്കുന്നത്. തെർമോക്കോളിൽ തന്നെ പേപ്പർ കവർ ചെയ്തിട്ടാണ് എടുക്കുന്നത്. കാരണം ഇപ്പോൾ ഫോം ഷീറ്റാണെങ്കിൽ വേറെ എന്തെങ്കിലും മെറ്റീരിയൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ ഫോം ഷീറ്റ് ഒട്ടിച്ച് തിക്നെസ് ആക്കി എടുക്കണം. അപ്പോൾ ആ ഒരു പ്രശ്നം ഞാൻ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഈ തെർമോക്കോൾ എന്ന് യൂസ് ചെയ്യണത്. നമ്മുടെ നോർമലി മറ്റേ ഷീറ്റ് ഇടുന്നതല്ല. ഷീറ്റ് അത് ഭയങ്കര സോഫ്റ്റാണ്. അതിൽ നല്ലത് ഈ നമ്മുടെ പാക്കിങ് എന്ന തെർമോക്കോളാണ്. അത് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. പാക്കിങ്ങിന് യൂസ് ചെയ്യുന്ന തെർമോക്കോളാണ് കൂടുതൽ നല്ലത് ഇങ്ങനെ യൂസ് ചെയ്യാനായിട്ട്. കാരണം അത് കുറച്ച് ഹാർഡാണ്. അപ്പോൾ ആ ഒരു തെർമോക്കോളാണ് ഈ ടാങ്ക്, എൻജിൻ, അതുപോലെ തന്നെ സീറ്റ്, ഈ മുതലായ പാർട്സൊക്കെ ആ ഒരു ഇതിലാണ് വരുന്നത്. പിന്നെ അത് തെർമോക്കോളിൽ മാത്രം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ ഒരു ഫിനിഷിങ് കിട്ടില്ല. തെർമോക്കോളിൻ്റെ അറിയാലോ, നമുക്ക് ആ ഒരു ചെറിയ ഹോൾസും കാര്യങ്ങളൊക്കെ വരും. പിന്നെ അതുപോലെ തന്നെ ഈ പെയിൻ്റായിട്ട്, നമ്മുടെ മെറ്റൽ പെയിൻ്റായിട്ട് തെർമോക്കോൾ റിയാക്ഷൻ വന്നു കഴിഞ്ഞാൽ മെൽറ്റായി പോകും. അതും വേറൊരു കാരണമാണ്. അപ്പോൾ ഇത് രണ്ട് സംഭവിക്കാണ്ടിരിക്കാൻ വേണ്ടി ചെയ്യണ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുമായി കൂടി നമ്മൾ പേപ്പർ കവർ ചെയ്യും. അതായത് നമ്മുടെ നോട്ട്ബുക്കില്ല വന്ന നല്ല പേപ്പേഴ്സിൽ വൈറ്റ് പേപ്പേഴ്സ്, ഈ വൈറ്റ് പേപ്പേഴ്സ് എടുത്തിട്ട് ഒട്ടിച്ചെടുക്കും. ഇപ്പോൾ ഫസ്റ്റ് ഞാനിപ്പോൾ ടാങ്ക് ഉണ്ടാക്കി തന്നെ ആ ടാങ്കിൻ്റെ ഷേപ്പിൽ സെറ്റ് ചെയ്തെടുക്കും. എന്നിട്ട് അതിൻ്റെ മേലെ കൂടി പേപ്പർ ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കും. അപ്പോൾ എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സോളിഡായിട്ടും അതുപോലെ തന്നെ നല്ല ഫിനിഷിങ്ങിലും കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു മെത്തേഡാണ് എല്ലാ പാർട്സിലും. എന്ന് വെച്ചാൽ എല്ലാ പാർട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തെർമോക്കോൾ യൂസ് ചെയ്യണ പാർട്സിൽ എല്ലാം ഈ ഒരു മെത്തേഡാണ് യൂസ് ചെയ്യണം. പിന്നെ ബാക്കി പാർട്സൊക്കെ ഞാനിതിൽ ഫോം ഷീറ്റ് യൂസ് ചെയ്യുന്നുണ്ട്, പേപ്പർ യൂസ് ചെയ്യുന്നുണ്ട്, മെറ്റൽ വയേഴ്സ്, അതുപോലെ തന്നെ സസ്പെൻഷൻ, നമ്മുടെ ബ്രേക്ക് ലിവർ, മിറേഴ്സ്, ഇതൊക്കെ വരുന്നത് ഈ കോപ്പർ വയറാണ്. കോപ്പർ ആകുമ്പോൾ എന്ന് വെച്ചാൽ റെസ്റ്റ് എടുക്കില്ല. അപ്പോൾ ആ ഒരു ഇതുകൊണ്ട് തന്നെയാണ് ഞാനിത് കോപ്പർ യൂസ് ചെയ്യണം. അലൂമിനിയം കുഴപ്പമില്ല. ഈ മുട്ടുസൂചി നാളൊക്കെ ഒന്ന് മാക്സിമം ഇതിന്ന് ഒഴിവാക്കാൻ നോക്കാം. മുട്ടുസൂചി എന്ന് പറഞ്ഞാൽ ഈ പിൻസൊക്കെ എന്തായാലും കുറേ നാൾ കഴിയുമ്പോൾ ഇത് തുരുമ്പിച്ചു. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് മുട്ടുസൂചി യൂസ് ചെയ്യാത്തത്. പിന്നെ ഇത് അലൂമിനിയം ടൈപ്പ് ഞാൻ കണ്ടായിരുന്നു. പിന്നെ ഞാൻ നോക്കിയാൽ എനിക്ക് കിട്ടിയില്ല. അലൂമിനിയം മേട് തന്നെ ഉണ്ട് മുട്ടുസൂചി. അത് കിട്ടുകയാണെങ്കിൽ ബെറ്ററാണ്. കാരണം അതാകുമ്പോൾ ഈ തുരുമ്പിച്ച് പോണ വിഷയം വന്നില്ല. ഇതാണ് നമ്മുടെ ഐറ്റം ഹൈനസ്. ഫസ്റ്റ് പക്ഷേ എനിക്കൊരു മണ്ടത്തരം പറ്റി. മണ്ടത്തരം വേറൊന്നുമല്ല, ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ എനിക്ക് RSനുള്ള കമൻറ്റ്സും കാര്യങ്ങളും വന്നിട്ടെന്ന് വെച്ചാൽ ഇപ്പോഴും RSൻ്റെ തന്നെ വന്നിട്ടിരിക്കണം. ഹൈനസിനേക്കാളും കൂടുതൽ ഫാൻസ് എനിക്ക് തോന്നുന്നു RSനാണ് തോന്നുന്നുണ്ട്. അതുകൊണ്ടായിരിക്കണം. ഇതിൻ്റെ മെഷർമെൻറ്റ് എടുക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കൊടുങ്ങല്ലൂർ ബിഗ് വിങ് ഉണ്ട് കൊടുങ്ങല്ലൂർ. അപ്പോൾ അവിടെ നിന്നാണ് ഇതിൻ്റെ ബൈക്ക് പോയി കാണുന്നതും അതിൻ്റെ മെഷർമെൻറ്റ് എടുക്കണം. ഈ രണ്ട് ബൈക്കും ഞാൻ അവിടെ പോയി തന്നെ എടുത്താൽ ഫസ്റ്റ് ഹൈനസിൻ്റെ പോയി എടുത്തത്. പിന്നെ അത് കഴിഞ്ഞ് ഹൈനസിൻ്റെ മേക്കിങ് കഴിഞ്ഞതിന് ശേഷമാണ് ഈ RSൻ്റെ പോയിട്ട് എടുക്കുന്നത്. ഉണ്ടാക്കി കഴിഞ്ഞ് കുറേ മാസങ്ങൾക്ക് ശേഷമാണ് ഞാൻ RSൻ്റെ മെഷർമെൻറ്റ് എടുക്കണ വേറെ ഒന്നുമില്ല. കാരണം രണ്ടിൻ്റെയും ഞാൻ പറഞ്ഞ പോലെ തന്നെ രണ്ടിൻ്റെയും ഞാൻ ഉണ്ടാക്കിയത് സെയിം. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഈ ടാങ്കും എൻജിനും ഈ വണ്ടിക്ക് രണ്ടിനും സെയിം ആയിട്ട് തന്നെ വന്നേക്കണം. കാരണം ഇപ്പോൾ ഒരു വണ്ടി മേക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ
ലുക്കിൽ ഫസ്റ്റ് എൻ്റെ കണ്ണ് പെടുന്നത് ടാങ്കിലും എഞ്ചിനിലുമാണ്. അപ്പോൾ ഈ രണ്ട് ഇതും എനിക്ക് ഹൈനസിലായാലും ഈ RSലാണെങ്കിലും സെയിം ആയിട്ടാണ് കിട്ടിയേക്കണം. അപ്പോൾ എനിക്ക് ആ ഒരു പണി RS ചെയ്തപ്പോൾ വന്നില്ല. ഓൾറെഡി ഞാൻ ടാങ്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടാങ്ക് എനിക്കറിയാം എങ്ങനെ മേക്ക് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഈ രണ്ട് വണ്ടിയും എനിക്ക് മേക്ക് ചെയ്തപ്പോൾ സിമിലറായിട്ട് പോകാൻ കാരണം അതാണ്. അപ്പോൾ പിന്നെ ഇതിൻ്റെ മെഷർമെൻറ്റ് എടുക്കുന്നത് ഇതിങ്ങനെ ഒരു പിക്കാണ്, കാണുന്നുണ്ടാവില്ല. ഇതിപ്പോൾ RSൻ്റെ വന്നത്. ഇതിപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ ലെഫ്റ്റും റൈറ്റും എടുത്തേക്കണം. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടും ബാക്കും ടോപ്പും കിട്ടിക്കഴിഞ്ഞാൽ അത്രയും നല്ലത്. ഞാൻ എല്ലാം മാക്സിമം നമുക്ക് അടിച്ചു ഗൂഗിൾ ചെയ്ത് നോക്കും. മാക്സിമം ഗൂഗിൾ ചെയ്ത് നോക്കും. ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ചില വണ്ടികളുടെയൊക്കെ ഒന്നും നമുക്ക് ടോപ്പ് വ്യൂ ഒന്നും കിട്ടില്ല. ഫ്രണ്ടും ബാക്കൊക്കെ റയറായിരിക്കുള്ളൂ. മാക്സിമം തപ്പി എവിടെ നിന്നെങ്കിലൊക്കെ ആയിട്ട് കുപ്പിക്കും. കാരണം അത് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ഫ്രണ്ടും ബാക്കും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ വിഡ്ത്തും ലെങ്ത്തും കിട്ടും. ഇപ്പോൾ ഈ ഒരു മോഡലിൻ്റെ എനിക്ക് ഇതിൻ്റെ ലെങ്ത്ത് എടുക്കാൻ പറ്റും, ഹൈറ്റ് എടുക്കാൻ പറ്റും. ടോപ്പ് വ്യൂ കിട്ടിയില്ലെങ്കിൽ ഞാനിപ്പോൾ ഷോറൂമിൽ എവിടെയെങ്കിലും ഞാനിപ്പോൾ ബൈക്ക് പോയി കാണുമ്പോൾ ജസ്റ്റ് അതിൻ്റെ ടോപ്പിൽ നിന്ന് ഫോൺ വെച്ചിട്ട് അതിൻ്റെ പിക്ക് എടുക്കും. എന്നിട്ട് അതിൻ്റെ ടാങ്കിൻ്റെ ലെങ്ത്ത് എടുക്കും. അതായത് വിഡ്ത്ത് എനിക്ക് കിട്ടും. ഓൾറെഡി എനിക്ക് ഇവിടെ നിന്ന് ടാങ്കിൻ്റെ കാണാൻ പറ്റുന്നുണ്ട്. ഓൾറെഡി എനിക്ക് ടാങ്കിൻ്റെ ഇത് കിട്ടിയിട്ടുണ്ട്, ലെങ്ത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി വിഡ്ത്തും കൂടി കിട്ടിയാൽ മതി. അപ്പോൾ എനിക്ക് ടോപ്പ് വ്യൂ എടുത്തു കഴിഞ്ഞാൽ എനിക്കതിൻ്റെ വിഡ്ത്തും കിട്ടും. ഈ ഒരു ഐഡിയ തന്നെയാണ് മൊത്തം പാർട്സും മേക്ക് ചെയ്യാനായിട്ട് എടുക്കുന്നത്. ഏത് ബൈക്ക് ഉണ്ടാക്കിയാലും ആ ഒരു പാർട്സ് നമുക്കത് 3Dയിൽ കാണാൻ പറ്റിക്കഴിഞ്ഞാൽ അത് ബെറ്റർ ആയിരിക്കും. ഓക്കെ, അത് നോക്കി വെച്ചാൽ മതി. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാം. ഇപ്പോൾ ഈ വണ്ടിയാണെങ്കിലും വേറെ ഏത് വണ്ടിയാണെങ്കിലും എല്ലാ വണ്ടിക്കും ഒരു യൂണിക്ക് ഡിസൈൻ ഉണ്ടാകും. അത് മാത്രമല്ല എല്ലാ വണ്ടിയുടെയും അട്രാക്ഷൻ ഏതെങ്കിലും ഒരു പോയിന്റിലായിരിക്കുള്ളൂ. എനിക്കങ്ങനെ തോന്നാറുണ്ട്. കാരണം ഞാനിപ്പോൾ ഒരു വണ്ടി മേക്ക് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റിലോട്ടായിക്കോളൂ ഞാൻ മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്യണം. കാരണം ആ ഒരു ഏരിയ വണ്ടിയുടെ നമ്മൾ മേക്ക് ചെയ്യുമ്പോൾ പക്കയായിട്ട് ക്ലിയർ ആയി കഴിഞ്ഞാൽ ബൈക്കിന് വേറെ ഏതെങ്കിലും വശത്ത് നമുക്ക് ഒരു പോരായ്മയോ ഒരു ഭംഗിക്കുറവ് വന്നു കഴിഞ്ഞാലും അത് അത്രയ്ക്ക് കണ്ണിപ്പെടില്ല. കാരണം ആ ഒരു ബൈക്കിന് ഭംഗി കൂടുന്ന ഏത് പാർട്സ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പാർട്സ് മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്യുക. എല്ലാ വണ്ടിക്കും ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ ഇതിൻ്റെ എനിക്ക് തോന്നുന്നു മാക്സിമം വണ്ടികളിലൊക്കെ ഞാൻ മാക്സിമം ക്ലിയർ ചെയ്യാൻ നോക്കണം. ടാങ്ക് എൻജിൻ ഏരിയകളിലൊക്കെ ആയിരിക്കുള്ളൂ മാക്സിമം ഞാൻ ക്ലിയർ ചെയ്യാൻ നോക്കണം. ഈ വണ്ടിയുടെയും എനിക്ക് പറയാനായിട്ട് ടാങ്കും എൻജിനും തന്നെയാണ് മാക്സിമം നമുക്കൊരു കണ്ണ് കിട്ടണം. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു പാർട്സ് ആയിക്കോളൂ അത് എത്രത്തോളം മനോഹരമായി കഴിഞ്ഞാൽ അത് തന്നെയൊക്കെ തന്നെ വണ്ടിയുടെ ബ്യൂട്ടി വരുന്നത്.
അപ്പോൾ ഇത്രയും തന്നെ ഉള്ളൂ ഈ മോഡൽസിനെ പറ്റി പറയാൻ. കുറ്റം പറയാനാണ്. അപ്പോൾ ഇത്രയും തന്നെ ഉള്ളൂ ഈ മോഡൽസിനെ പറ്റി പറയാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ എന്തായാലും പഴയ പോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റും ലൈക്കൊക്കെയാണ് അടുത്ത വീഡിയോസ് ചെയ്യാനായിട്ടുള്ള എൻ്റെ ഒരു മോട്ടീവ്. അപ്പോൾ അതെന്തായാലും ചെയ്യുക, കമൻറ്റ്. കാരണം വീഡിയോസിനൊക്കെ റീച്ച് ഉണ്ടായാൽ തന്നെ ലൈക്കും കമൻറ്റ്സും ഒന്നും കാണാറില്ല. അപ്പോൾ ആൾക്കാർ കാണുന്നുണ്ട്, ഇപ്പോൾ ആൾക്കാർ വ്യൂ ചെയ്യുന്നുണ്ട്, പക്ഷേ അതനുസരിച്ചുള്ള വ്യൂസും കമൻറ്റ്സും നമുക്ക് കിട്ടണില്ല. അപ്പോൾ അതും കൂടി ഉണ്ടെങ്കിൽ എനിക്ക് മാക്സിമം നല്ല രീതിക്ക് നല്ല വീഡിയോസ് ചെയ്താലും നല്ല കണ്ടൻറ്റ്സ് ഒക്കെ ഇറക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മാക്സിമം നിങ്ങളുടെ സപ്പോർട്ട് എനിക്കതാണ് വേണ്ടത്. അപ്പോൾ മാക്സിമം ആ ഒരു രീതിയിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയൊരു മിനിയേച്ചറായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.